സത്യാനന്തരകാലം ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഞാനൊക്കെ കൂടുതലും ഈ പറയുന്നത് കേട്ടിട്ടുള്ളത് ഈ നമ്മുടെ എം സ്വരാജ് പറയുന്ന, അദ്ദേഹം അതിനെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ എന്താണ് ഈ സത്യാനന്തരകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയാതെയൊക്കെ ആയിരിക്കാം പ്രയോഗിക്കുന്ന ഈ പ്രയോഗം. പൊതുവായിട്ട് അങ്ങ് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാനുള്ളത്? വാസ്തവത്തിൽ സത്യാനന്തരകാലം എന്ന് പറയുന്ന പ്രയോഗം ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട പ്രയോഗം ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. അതൊരു നെഗറ്റീവ് വാക്കാണ്. ഇത് ആരംഭിക്കുന്നത് 1992 ഈ ഒരു പദം ആദ്യമായിട്ട് വരുന്നത്. ഒരു സെർബിയൻ അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള സ്റ്റോജൻ ടെസിക് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ആദ്യമായിട്ട് ഈ പദം ഉപയോഗിക്കുന്നത്. അദ്ദേഹം അതിന് കൊടുത്ത നിർവചനം ഇങ്ങനെയാണ്: സത്യകാലം അവസാനിച്ചു, ഇനി അസത്യത്തിൻ്റെ കാലം മാത്രമാണ് എന്ന ഒരു പൊതുവായ നിർവചനമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പദം ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് 2016 രണ്ട് സംഭവങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്, ഒന്ന്. രണ്ട് ബ്രെക്സിറ്റ് ഉടമ്പടിയാണ്. ഈ രണ്ട് സംഭവങ്ങളെയും മുൻനിർത്തി യൂറോപ്യൻ മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ ഈ പദം കൂടുതലായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് എന്ന രീതിയിൽ ഈ ഒരു പദത്തിന്, പോസ്റ്റ് ട്രൂത്ത് എറ എന്നുള്ള വാക്കിന് അന്നത്തെ ആ വർഷത്തെ ഒരു അവാർഡ് കൊടുത്തു, വേർഡ് ഓഫ് ദ ഇയർ അവാർഡ് കൊടുത്തു. അങ്ങനെയാണ് ആ വാക്ക് പ്രസിദ്ധമാവുന്നത്. അതിൻ്റെ പിന്നിലുള്ളത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സംവാദങ്ങളുണ്ടാകുമല്ലോ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ. അന്ന് ഹിലാരി ആയിരുന്നു ഒരു സ്ഥാനാർത്ഥി, ട്രംപ് ആയിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി. ഇവർ രണ്ടുപേരും സംവാദത്തിനിടയിൽ 217 കളവ് പറഞ്ഞു, വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞു. 217 കാര്യം പറഞ്ഞു. അതിൽ 79% വ്യാജം പറഞ്ഞത് ട്രംപാണ്, 21% ഹിലാരി പറഞ്ഞു. അപ്പോൾ കൂടുതൽ കളവ് പറഞ്ഞയാൾ ജയിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന പദം സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പൊതുവെ മാധ്യമങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം ബ്രെക്സിറ്റ് ഉടമ്പടിയാണ്. നമുക്കറിയാം, ബ്രെക്സിറ്റ് ഉടമ്പടിയിൽ ആ ഉടമ്പടിയിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ഇംഗ്ലണ്ടിനുണ്ടാകുമെന്ന് അന്നത്തെ ഭരണാധികാരികൾ വിശ്വസിപ്പിച്ചു. പക്ഷേ അത് കേവലം വ്യാജമായിരുന്നു, കളവ് പറഞ്ഞിട്ടാണ് അവർ വിശ്വസിപ്പിച്ചത്. അതിനുശേഷം ആ ഇംഗ്ലണ്ടിന് മനസ്സിലായി ഇത് ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ജനങ്ങൾക്ക്. അപ്പോൾ എങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളെ മുൻനിർത്തിയിട്ട് വ്യാജമായ കാര്യങ്ങൾ ഒരു പൊതുസമൂഹത്തെ വിശ്വസിപ്പിച്ച് ഒരു പൊതുബോധം ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് പൊതുവെ സത്യാനന്തരകാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാധ്യമങ്ങളാണ്. വാസ്തവത്തിൽ മാധ്യമങ്ങളിലെ പ്രശ്നങ്ങളാണ് സത്യാനന്തരകാലം എന്നുള്ള വാക്കിൻ്റെ പിന്നിലുള്ളത്. കാരണം മാധ്യമങ്ങൾ സത്യം വളച്ചൊടിക്കുന്നു, എന്നിട്ട് ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴേക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. ഇത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, നമ്മളെ സാംസ്കാരിക രംഗത്തേക്ക് വരുന്നു, സാഹിത്യത്തിലേക്ക് വരുന്നു. അങ്ങനെ ഈ ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇതാണ് എൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ ചരിത്രകാരനാണ്. അദ്ദേഹത്തെ നമുക്കൊക്കെ അറിയാം, വളരെ പ്രസിദ്ധനായിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ, ഒന്ന് മനുഷ്യ ചരിത്രത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, വർത്തമാനകാലത്തെക്കുറിച്ച്. സാപ്പിയൻസ് എന്നുള്ള പുസ്തകമാണ് തുടക്കം. പിന്നീട് ഹോമോദിയൂസ് വന്നു. അവസാനം 2018 21 ലെസൺ ഫോർ 21st സെഞ്ച്വറി എന്നുള്ള പുസ്തകം വന്നു. ഈ അടുത്ത കാലത്ത് നെക്സസ് എന്ന പേരിൽ ഇൻഫർമേഷൻ്റെ യുഗത്തെക്കുറിച്ച് ഒരു പുസ്തകം കൂടി വന്നിട്ടുണ്ട്. ഇതിൽ 21 ലെസൺ ഫോർ 21st സെഞ്ച്വറി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്, അതിലൊരു അധ്യായത്തിൽ അദ്ദേഹം ഈ സത്യാനന്തരകാലം എന്നുള്ള വാക്ക് പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് 2016 വേണ്ട 1992 തുടങ്ങിയതൊന്നുമല്ല ഇത്, ഈ സംഭവം. അദ്ദേഹം പറയുന്നു, ഇത് മനുഷ്യ സമൂഹം എപ്പോൾ കുടുംബമായിട്ട് കൂടുകൂട്ടി താമസിച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടോ അന്ന് മുതൽ ഇത് ആരംഭിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ എപ്പോഴും കളവ് പറഞ്ഞുകൊണ്ട്, കൽപ്പിത കഥകൾ പറഞ്ഞുകൊണ്ട് ആണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. മറ്റുള്ള ഗോത്രങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുക. അങ്ങനെ വന്ന അവസാനം അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 ഏകാധിപതികൾ, ഹിറ്റ്ലറും സ്റ്റാലിനും കൂടി
ആ സമൂഹത്തെ അടക്കി ഭരിക്കാൻ വേണ്ടി നിർമ്മിച്ചു വെച്ച കുറേ കള്ളത്തരങ്ങളുണ്ട്, വ്യാജയുക്തികളുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ട് ഇതാണ് സത്യാന്തരകാലത്തിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള തെളിവ്. ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റാലിൻ ഒരു പെൺകുട്ടിയെ അടുത്തിരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അത് റഷ്യ മുഴുവൻ പ്രചരിപ്പിച്ചു. ഗല്ലിയ മാരിക്കോവ്സ് എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആ ചിത്രം പ്രസരിപ്പിക്കുന്നത് ഈ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് സന്തോഷപ്രദമായിട്ടുള്ള ബാല്യകാലമാണ് എല്ലാ കുട്ടികൾക്കും ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനിടയിൽ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനെ സ്റ്റാലിൻ കൊന്നുകളഞ്ഞു, സ്റ്റാലിൻ്റെ പട്ടാളക്കാരെ കൊന്നുകളഞ്ഞു, അമ്മയെ നാട് കടത്തി. ആ കുട്ടി ഇപ്പോഴും ഈ റഷ്യയിൽ അലയുകയാണ്, പക്ഷേ ആ ചിത്രം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമല്ല ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടി ഇത് സത്യാന്തരകാലത്തിൻ്റെ തെളിവാണ്. പക്ഷേ ഇതൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സ്റ്റാലിൻ ചെയ്ത കാര്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് വിശ്വസിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഇത് വസ്തുതാവിരുദ്ധമാണ്, ഇത് വ്യാജമാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഇത് വസ്തുതയാണ് എന്നും ഇത് ഒറിജിനലാണ് എന്നൊക്കെ വിശ്വസിക്കാൻ നമ്മൾ വിധിക്കപ്പെടുന്നു. ഇതാണ് സത്യാന്തരകാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറിയില്ലായിരുന്നു സത്യമേത് അസത്യമേതെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം സത്യമേതാണ് അസത്യമേതാണ്, യാഥാർത്ഥ്യമേതാണ് അയഥാർത്ഥ്യമേതാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ഒരു ശീലം പോലെ അസത്യത്തെ സത്യമായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വാസ്തവത്തിൽ സത്യാന്തരകാലം എന്ന് പറയുന്നത്. ഇതെങ്ങനെ സാഹിത്യത്തിൽ കടന്നു വിടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇതൊരു സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകതയല്ല, ഒരു ടെർമിനോളജിയല്ല, നെഗറ്റിവിറ്റിയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, സാഹിത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് 90-കൾക്ക് ശേഷം നമുക്കറിയാം ഈ പുരോഗമനം എന്നുള്ള വ്യാജേന ഇവിടെ ഉണ്ടായിട്ടുള്ള കൃതികളുടെയൊക്കെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ സത്യാന്തര യുക്തി കൊണ്ട് മാത്രമേ ഇത്തരം സാഹിത്യം വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. ഒരു പുരോഗമനപരമാണ് എന്ന് കരുതിയിട്ട് ഒരു കൃതിയെ നമ്മൾ വായിക്കാൻ എടുക്കുമ്പോൾ ഇതിലെന്ത് പുരോഗമനമെന്ന് ചോദിച്ചു പോകും നമ്മൾ പിന്നീട് അവസാനം. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ ഇതിലൊരു പുരോഗമനവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പക്ഷേ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ആ ശീലം കൊണ്ടത് വായിച്ചു പോകുന്നു. ഉദാഹരണമായിട്ട് സച്ചിദാനന്ദൻ എടുക്കാം. ഉദാഹരണം, സച്ചിദാനന്ദൻ്റെ കവിതകൾ 90-ൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സച്ചിദാനന്ദൻ എഴുതുന്ന ഓരോ കവിതയിലും പുരോഗമനമുണ്ട്, അതുപോലെ തന്നെ ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റമാണ് നമ്മൾ സംശയത്തിലാക്കുന്നത്. അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ഓരോ നിലപാടുമായി വരും. ആദ്യം അദ്ദേഹം ജനകീയ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നക്സലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരക്ക് മാത്രമായിരുന്നു, വിൽക്കാനുള്ള ചരക്ക് മാത്രമായിരുന്നു സാഹിത്യത്തിലൂടെ. പക്ഷേ നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റും. നല്ല കവിതകൾ, ഇപ്പോൾ പനി എന്നുള്ള കവിത, സത്യവാങ്മൂലം എന്നുള്ള കവിത, മലയാളം എന്നുള്ള ഒരുപാട് കവിതകളുണ്ട്, കോഴിപ്പം, ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്, നല്ല മികച്ച കവിത എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിൻകാലത്ത് സംഭവിച്ചത് എന്താണ്? ഓരോ ആശയങ്ങളും വരുമ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് അത് വിൽക്കും. അതിൻ്റെ മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്തതിലേക്കും ഇത് പോകും. പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പോലും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മാർക്സിസം അദ്ദേഹം എടുത്തു, നവമാർക്സിസം എടുത്തു, പിന്നീട് സ്വത്വവാദം വന്നു, അതും എടുത്തു. വാസ്തവത്തിൽ സ്വത്വവാദവും മാർക്സിസവും രണ്ടാണ്. ഈ രണ്ടും ഒരുപോലെ അദ്ദേഹം എന്ത് ചെയ്തു? ഏതിനാണോ മാർക്കറ്റ്, ആ മാർക്കറ്റ് ഉള്ള സമയത്ത് ഇത് വിൽപ്പന ചെയ്യുന്ന ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള കച്ചവടക്കാരനെ പോലെ ആശയങ്ങൾ എടുക്കുക, ഉപയോഗിക്കുക, വിൽക്കുക, അത് കഴിഞ്ഞിട്ട് വേർത്തെടുക്കുക. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ സംശയിച്ചത് ഇദ്ദേഹം പറയുന്ന ഈ പുരോഗമനവും ഇദ്ദേഹം പറയുന്ന സാമൂഹിക യുക്തികളും ഒക്കെ തന്നെ വ്യാജമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് സത്യാന്തര യുക്തി കൊണ്ട് മാത്രമേ സച്ചിദാനന്ദൻ്റെ കവിതകളെയും വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. സച്ചിദാനന്ദൻ മാത്രമല്ല, കെ ജി ശങ്കരപ്പിള്ള നോക്കൂ. കെ ജി ശങ്കരപ്പിള്ളയൊക്കെ ഒരു കാലഘട്ടത്തിൽ എഴുതിയ കവിതകൾ നമുക്കറിയാം എന്താണ്, ബംഗാൾ പോലുള്ള കവിതകൾ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് എഴുതിയ കവിതകൾ നോക്കുക. ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ഇവരെക്കുറിച്ച് പഠിക്കുകയും വേണം. നമ്മളിപ്പോൾ കുറ്റം പറയുകയാണെന്ന് പലരും പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ സച്ചിദാനന്ദനും ശങ്കരപ്പിള്ളിയൊക്കെ സാഹിത്യ അക്കാദമിയൊക്കെ ബൂർഷുവ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് അവിടേക്ക് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിലേക്കൊന്നും കയറിപ്പറ്റാൻ പറ്റാത്ത ആ രീതിയിലാണ് കണ്ടിട്ടുള്ള ഒരു കാലത്ത്. അകറ്റിയെടുത്തിരുന്നു. അതേ അക്കാദമിയിൽ ഇവരെന്ത് ചെയ്തു? എത്തിച്ചേർന്നു, അത് പിടിച്ചടക്കി. എന്നിട്ട് ഓരോ ഭരണകൂടത്തിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് അവർ ജീവിച്ചു. ഇതൊക്കെ പുരോഗമനമാണ്, ഇതൊക്കെ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ സച്ചിദാനന്ദനാണ് ഏറ്റവും വലിയ ഉദാഹരണം. അദ്ദേഹം കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെത്തി, BJP ഭരിക്കുമ്പോൾ അത് തുടർന്നു.
എന്നിട്ട് ഇത് പറയുന്ന എല്ലാ വിപ്ലവവും അദ്ദേഹം പറയുന്നു, പക്ഷേ അദ്ദേഹം ജീവിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിന് ഒരുപാട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ടി പി രാജീവനൊക്കെ പങ്ക്തിയിൽ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ അവാർഡ് വാപ്പസ് നടത്തിയ കാലത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിലെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. ഷിംലയിലെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ഗവേഷണം ചെയ്യുമായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് അന്ന് ടി പി രാജീവനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു. ഇതൊന്നും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോഴും സച്ചിദാനന്ദൻ എന്ന് പറയുമ്പോൾ ഒരു വിപ്ലവകാരിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്രമാത്രം ഈ ആശയങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ട് ആളുകളെ പറ്റിച്ച, അതാണ് ഈ പറഞ്ഞ സത്യാന്തരകാലം. വ്യാജ യുക്തികൾ കൊണ്ട് പറ്റിച്ച എഴുത്തുകാരൻ മലയാളത്തിൽ പറയില്ല. ഇത് സാഹിത്യത്തിൽ വരുന്ന സംഭവമാണ് സത്യാനന്തരകാലത്ത്. ഈ ഒരു സത്യാനന്തരകാലത്തെ പറ്റി ഇവർ പറയുമ്പോഴും പലപ്പോഴും ആരാണോ ഇതിനെപ്പറ്റി പറയുന്നത് മറ്റുള്ളവരിൽ കുറ്റം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നവർ അവർ തന്നെയാണ് ഇതിനനുസരിച്ച് നീങ്ങുന്നതെന്നും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? തീർച്ചയായിട്ടും അവർ സ്വാഭാവികമായിട്ടും ഈ ഒരു വാക്കിൻ്റെ അർത്ഥതലം മനസ്സിലാക്കിയിട്ടല്ല പലരും ഉപയോഗിക്കുന്നത്. സത്യാന്തരകാലം എന്നുള്ള വാക്ക് മനസ്സിലാകാതെയാണ്, അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെയാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. ഇവർ കരുതി എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് കരുതി, പോസിറ്റീവല്ല നെഗറ്റീവായിട്ടുള്ള പദമാണത്. എല്ലാ ഏകാധിപത്യത്തെയും അതിനെ പുറത്തു കൊണ്ടുവരുന്ന ആശയങ്ങളെയും സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത്, പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് നമ്മുടെ മലയാള സാഹിത്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഈ സത്യാന്തരകാലത്തിൻ്റെ വില മനസ്സിലാകും. 10 വർഷക്കാലത്തെ ഒരു ഏകാധിപത്യം പോലുള്ള ഭരണകാലത്ത് എഴുത്തുകാരെന്താണ് ചെയ്തിട്ടുള്ളത്? ഈ ഭരണകൂടത്തോട് എഴുത്തുകാർ കാണിച്ച സമീപനം എന്തായിരുന്നു? എത്ര പ്രശ്നങ്ങൾ ഇവിടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്? ഏതൊക്കെ പ്രശ്നങ്ങളെയാണ് നമ്മൾ എഴുത്തുകാർ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? അത് ഇടതുപക്ഷത്തെ എഴുത്തുകാരായാലും വലതുപക്ഷത്തെ എഴുത്തുകാരായാലും. ഞാൻ ഈ കാര്യം പലപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബംഗാളി പ്രൊഫസറുണ്ട്, വലിയ വായനക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ മമതാ സർക്കാരിൻ്റെ 10 വർഷ ഭരണകാലവും എടുത്തു കഴിഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ ബംഗാളിൽ അതിൻ്റെ സാഹിത്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അവിടെ സാഹിത്യം എന്ന് പറഞ്ഞില്ലായിരുന്നു. ഈ 10 വർഷക്കാലത്ത് സാഹിത്യം, ക്രിയേറ്റീവായിട്ടുള്ള സാഹിത്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്കറിയില്ല ബംഗാളി സാഹിത്യത്തിൻ്റെ പുതിയ അവസ്ഥ എന്താണെന്ന്. കാരണം ഒരു ഏകാധിപത്യ ഭരണകൂടം നിലവിൽ വരികയും എല്ലാം അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ എഴുത്തുകാർക്ക് ശബ്ദമില്ല. വാസ്തവത്തിൽ ആ സമയത്താണ് എഴുത്തുകാർ പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ഒരു പ്രയോഗമുണ്ടല്ലോ, ഇപ്പം കഷ്ടകാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മോശം കാലാവസ്ഥയിൽ സാഹിത്യം ഉണ്ടാകുമോ? ഉണ്ടാകും. മോശം കാലാവസ്ഥയെക്കുറിച്ച് സാഹിത്യം ഉണ്ടാകും. പക്ഷേ നമുക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതാണ് പ്രശ്നം വരുന്നത്. മോശം കാലാവസ്ഥയിലും ഇപ്പോൾ റഷ്യയിലെ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് നല്ല സാഹിത്യം ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ ക്യാൻസർ വാർഡ് എന്നുള്ള കൃതി, അത് സ്റ്റാലിൻ്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കൃതിയല്ലേ? ആ സമയത്തുണ്ടായതല്ലേ? ഏറ്റവും മികച്ച കൃതിയല്ലേ? ആനിമൽ ഫാം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത്. അതൊക്കെ ഒരു ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള കലാപം എന്ന രീതിയിൽ കൃതികളുണ്ടായിട്ട്. പക്ഷേ അങ്ങനെയൊരു സാഹിത്യം മലയാളത്തിൽ ഈ 10 വർഷമായിട്ടില്ല. ബംഗാളിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ പ്രകാരം. അപ്പോൾ ഇത് എന്ത് പറഞ്ഞാൽ സത്യാന്തരകാലത്തിൻ്റെ മറ്റൊരു തെളിവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോഴും എങ്ങനെയാണ് നമ്മുടെ എഴുത്തുകാർ രാഷ്ട്രീയ അടിമകളായിട്ട് മാറുന്നതിന് ഉദാഹരണം പറയാം. ഇപ്പോൾ എസ് ഹരീഷ് എന്നുള്ളൊരു കഥാകൃത്ത് ഉണ്ടല്ലോ, നമുക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നല്ല കഥകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട കഥകളാണ്. നല്ല കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ലാസർ ഷൈൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു കഥാസമാഹാരത്തിന് ഒരു അവതാരിക എഴുതി. ആ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: എഴുത്തുകാർക്ക് വേണ്ടത് നല്ലവരെയല്ല, പാപികളെയാണ്, മോശക്കാരെയാണ്. ഈദി അമീൻ, നരേന്ദ്രമോദി, കൊടിസുനി എന്നിവർ ഇനിയും ഉണ്ടാകണമെന്ന് എഴുത്തുകാർ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല എഴുത്തുകാരുണ്ടാകുകയുള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഈദി അമീൻ, നരേന്ദ്രമോദി, കൊടിസുനി ഇവരൊക്കെ പാപികളാണ്, അതുകൊണ്ട് ഇവരാണ് എഴുത്തുകാർക്ക് വേണ്ടത്. ഈ ഒരു താരതമ്യത്തിൽ ഈദി അമീൻ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള കൊലയാളി, ഒരു ഭരണാധികാരിയാണ്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അധികാരമൊക്കെ എസ് ഹരീഷിനുണ്ട്. പക്ഷേ ഇതിനിടയിൽ കൊടിസുനിയെ എന്തുകൊണ്ട് കൂട്ടി? കൊടിസുനി ഭരണാധികാരിയല്ല, അദ്ദേഹം കേരളം കണ്ട ഏറ്റവും മൃഗീയമായ ഒരു കൊലപാതകത്തിലെ 1-ാം പ്രതി. അദ്ദേഹത്തിന് ആയുധം കൊടുത്തിയ ആൾക്കാരെ ഈ ഹരീഷിന് അറിയാമല്ലോ, ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ട് ആ പേര് ഹരീഷിന് പറയാൻ പറ്റുന്നില്ല? നരേന്ദ്രമോദിയെ പറഞ്ഞു, ഈദി അമീനെ പറഞ്ഞു, പക്ഷേ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നേതാവ് എന്ന രീതിയിൽ കേരളത്തിലുണ്ടല്ലോ. കൊടിസുനിക്ക് പ്രത്യേകിച്ച് വ്യക്തിവൈര്യം കൊണ്ടല്ലോ കൊലപാതകം നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് ആ നേതാവിനെ അല്ലെങ്കിൽ ആ നേതൃത്വത്തെ പറയാൻ ഹരീഷിന് കഴിഞ്ഞിട്ടില്ല? ഇതിവിടെയാണ് രാഷ്ട്രീയ അടിമത്വം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
ഇങ്ങനെയുള്ള അടിമകളുടെ ഒരു 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 ഘോഷയാത്രയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കണ്ടുകൊണ്ട്. ഇതാണ് സത്യാനന്തര കാലത്തിലുള്ളത്. യഥാർത്ഥ വസ്തുതകൾ മൂടി വെക്കുക, എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് സിവിക് ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. സിവിക് ചന്ദ്രൻ വളരെ കൃത്യമായിട്ട് ഈ സച്ചിദാനന്ദൻ്റെ ഈ ഒരു കാപട്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ നിഴലിനോട് യുദ്ധം ചെയ്യുന്നവരാണ് ഇന്നത്തെ എഴുത്തുകാർ. ദൂരെയെങ്ങോ ഉള്ള കാര്യങ്ങൾ, നമ്മളെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും, പക്ഷേ മൂക്കിന് താഴെയുള്ള വിഷയങ്ങൾ അവർക്ക് മിണ്ടാൻ പറ്റില്ല. അങ്ങനെ മിണ്ടിയാൽ അവരുടെ ജീവിതമില്ല. ഇങ്ങനെ ഭയപ്പെട്ട് അടിമത്തത്തോടു കൂടി കഴിക്കുന്ന എഴുത്തുകാരാണ് ഇന്നത്തെ എഴുത്തുകാരെന്ന് പറയുന്നത്. അത് സങ്കടമുണ്ട് പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ അതാണ് വാസ്തവം. ഇത് സത്യാനന്തര കാലത്തിൻ്റെ ഒരു യുക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ സത്യാനന്തര കാലത്തെ പലപ്പോഴും ആ ഒരു സമയത്തുള്ള പല ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെയും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ അതിനെയൊക്കെ പൊളിച്ചു കാട്ടുന്നു എന്നുള്ള രീതിയിൽ ഈ സത്യാനന്തര കാലവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് നടന്നൊരു ചർച്ചയിൽ കേട്ടിരുന്നു. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, സംശയമില്ല. പക്ഷേ പലപ്പോഴും യഥാർത്ഥ വസ്തുതകൾ പലരും മറച്ചു വെക്കുമ്പോൾ ആ വസ്തുതകൾ പുറത്തു കൊണ്ടുവിടുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ വിവാദങ്ങൾ, ഇപ്പം KR മീരയുടെ കൃതി ഒരു മോഷണമാണ് എന്ന് പറയുന്ന ഒരു വിവാദം വന്നല്ലോ. അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടത് സോഷ്യൽ മീഡിയയിലാണ്. സാധാരണ പത്രങ്ങളിലോ അല്ലെങ്കിൽ ചാനലുകളോ അല്ല, സോഷ്യൽ മീഡിയയിലാണ് അതിൻ്റെ 2 കൃതികളുടെയും പകർപ്പുകൾ എടുത്തിട്ട് ചർച്ച ചെയ്തിട്ട് ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനായിരിക്കും ആൾക്കാരുണ്ട്, അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ. അപ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങൾക്ക് അവർക്ക് മറ്റൊന്നും ലക്ഷ്യമില്ല, അവർക്ക് എന്തിനേയും ചർച്ച ചെയ്യാം, അവർ കാര്യം ഭയമില്ല. അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ഇത്തരം സത്യാനന്തര യുക്തികളെ പൊളിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം പല ഈ പ്ലേജറിസം എന്ന് പറയുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്തോളം നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ സുനിൽ പീലിയുടെ ഉണ്ട്. സുനിൽ പീലിയുടെ കൃതികളൊക്കെ തന്നെ പ്ലേജറിസത്തിൻ്റെ ഭാഗമാണ് എന്ന് രവിശങ്കർ നായർ എന്ന് പറയുന്ന നിരൂപകൻ പറഞ്ഞപ്പോൾ ഇവിടെ എത്ര ചർച്ച നടന്നു? ആ ചർച്ചകൾ മുഴുവൻ നടന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അദ്ദേഹം എന്നെ വിളിച്ച് പറയുകയുണ്ടായി, ഒരു 300ഓളം കമൻറ്റുകൾ, നെഗറ്റീവ് കമൻറ്റുകൾ, അദ്ദേഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് 300 കമൻറ്റുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം സാഹിത്യ വിമർശനത്തിൽ നമ്പറിട്ട് എഴുതി ഇന്നേ വിമർശനത്തിൻ്റെ കണ്ടൻറ്റ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം ഈ സുനിൽ പീലിടത്തെക്കുറിച്ച് ഞാൻ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ അതിന് താഴെ വിടുന്ന കമൻറ്റുകൾ ഞാൻ നോക്കി. വാസ്തവത്തിൽ അന്ന് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് രവിശങ്കർ നായർ എന്താണോ നേരിട്ടത് അതേ ഒരു നെഗറ്റീവ് കമൻറ്റാണ് ഞാനിപ്പോൾ നേരിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത അത് ഒരുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സുനിൽ പീലിടത്തിൻ്റെ കൃതി മോഷണമാണ്, പകർപ്പ് രചനയാണ് എന്ന് നമ്മൾ അറിഞ്ഞത്? സോഷ്യൽ മീഡിയ വഴിയാണത്. അതിൻ്റെ ഗുണമാണത് തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴ് നമ്മൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഏത് പുസ്തകവും നമുക്ക് നെറ്റിൽ ലഭ്യമാണ്, ഡിജിറ്റൽ ലോകത്തിൽ ലഭ്യമാണത്. അതുകൊണ്ട് ഈ അറിവിൻ്റെ കുത്തക ആർക്കും ഇന്നില്ല, മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ MN വിജയൻ എന്ന് പറയുന്ന ഒരു നിരൂപകൻ ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഈ വേദികളിലൊക്കെ പോയിട്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള സോഴ്സ് കണ്ടെത്താൻ ആർക്കും കഴിയുമായിരുന്നില്ല. അക്കാലത്ത് കേൾവിക്കാർക്ക് അക്കാദമിക് മഠത്തിൽ കഴിയും, പക്ഷേ കേൾവിർക്ക് കഴിയില്ല. കാരണം അവർക്ക് ആ പുസ്തകം ലഭ്യമല്ല, അവർക്ക് അവൈലബിലിറ്റി അവർക്കില്ല അവർക്ക്. പക്ഷേ ഇന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരനെ കോട്ട് ചെയ്യുകയാണ്. നിമിഷ നേരം കൊണ്ട് നമുക്ക് ആ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടി. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, എങ്ങനെ വളച്ചൊടിക്കുന്നു എന്നൊക്കെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഡിജിറ്റൽ അപ്പോൾ അറിവിൻ്റെ കുത്തക ഇന്ന് ആർക്കുമില്ല, അവകാശപ്പെടാനില്ല. അറിവിൻ്റെ കുത്തക വെച്ചുകൊണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നിരൂപകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തന്നെ ജനങ്ങളെ പറ്റിച്ചിട്ടുന്നത്. നമുക്കറിയാം. ഇപ്പോൾ MN വിജയൻ്റെ കാര്യം പറയുമ്പോൾ MN വിജയൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അബദ്ധമാണ് എന്ന് ഡോക്ടർ VC ശ്രീജൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ MN വിജയനും കുറ്റവും കുറവും എന്നുള്ള പുസ്തകമുണ്ട്, കറണ്ട് ബുക്സ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക MN വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ആ പുസ്തകം വായിക്കുമ്പോഴാണ്. കാരണം MN വിജയനും കോട്ട് ചെയ്ത പുസ്തകങ്ങളൊക്കെ ആര് വായിച്ചിട്ടുണ്ട്? ശ്രീജൻ മാഷ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല തെറ്റിദ്ധാരണയാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരാൾക്കേ മനസ്സിലായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഈ ആരാധകരും വിഷയന്മാരും ഒക്കെ ഇത് കേട്ടിട്ട് എന്തോ വലിയ ഈ എന്താ പറയുക വെളിപാട് പോലെ അവർ സ്വീകരിച്ചു.
പക്ഷേ അതിനെ മനസ്സിലാക്കിയിട്ട് വിമർശിക്കണമെങ്കിൽ അത് വായിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ വായന കുറയുന്നു യഥാർത്ഥമായ, പക്ഷേ വായിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ വായന കുറയുന്നു. അങ്ങനെയുള്ളവരാണ് ഈ കമൻറ്റുമായിട്ട് വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോസിറ്റീവായിട്ട് കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷേ ഒരു ചർച്ചക്കുള്ള ഒരു വേദി ഒരുക്കുന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ, ഒരു സംശയമൊക്കെ കാര്യത്തിലില്ല. നേരത്തെ പറഞ്ഞ രവിശങ്കർ സാറിൻ്റെ കാര്യം, അദ്ദേഹത്തെ ജനൻ ടി വിക്ക് വേണ്ടി ആ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ചർച്ചകൾ, ആ ഒരു ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചർച്ച അന്ന് അദ്ദേഹം സാഹിത്യ വിമർശനം ആ മാസികയിലായിരുന്നു എഴുതിയിരുന്നത്. അതിനെ അധികരിച്ചുകൊണ്ട് ഇപ്പോൾ സുനിൽ പി ഇളയിടത്തിൻ്റെ മറുപടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കൃത്യമായ പേജ് നമ്പറൊക്കെ ഇത് ഇന്നതിൽ നിന്ന് എടുത്തതാണെന്നുള്ള കൃത്യമായ എഴുത്തായിരുന്നു. പക്ഷേ അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച പോലും ഉണ്ടായില്ല. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി, കമൻറ്റുകളൊക്കെ ഉണ്ടായി. അല്ലാതെ സാഹിത്യ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല എന്ന് പറയാനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ കഴിയില്ല. കാരണം രവിശങ്കർ നായർ ഉന്നയിക്കുന്നത് വസ്തുതാപരമായ കാര്യമാണ്. അത് ആരോപണമല്ല, അധിക്ഷേപമൊന്നുമല്ല. അതെ, വസ്തുതാപരമായിട്ട് ഇന്നേ കാര്യങ്ങൾ, ഇന്നേ പകർപ്പ് രചനയാണ്, ഇന്നേ ഖണ്ഡിക അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷേ അതിൻ്റെ ഉറവിടം കൊടുത്തിട്ടില്ല. അദ്ദേഹം ഖണ്ഡിക തിരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ മറുപടി പറയും? അതുകൊണ്ട് അത് സുനിൽ പി ഇളയിടത്തിൻ്റെ കഴിവില്ലായ്മയല്ല, അദ്ദേഹത്തിന് പറ്റില്ല അത്. അതുകൊണ്ട് അദ്ദേഹം അനങ്ങിയില്ല, മിണ്ടിയില്ല. പകരം എന്ത് ചെയ്തു? ഒരു 10-15 ഈ സാംസ്കാരിക പ്രവർത്തകരെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ അങ്ങനെയുള്ള രചനകളൊക്കെ ആവശ്യമാണ്, എങ്കിൽ മാത്രമേ വളരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഒരു ഒപ്പ് ശേഖരണം നടത്തിയിട്ട് അതിൽ സച്ചിദാനന്ദനുണ്ട്, KN പണിക്കരുണ്ട്, കേശവൻ വെളുത്താട്ട് എന്ന് പറയുന്ന ചരിത്രകാരനുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഒപ്പിട്ടിട്ട് ഈ സുനിൽ പി ഇളയിടത്തെ പ്രതിരോധിക്കാൻ വന്നു അന്ന്. ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള ആരോടും ഉന്നയിച്ചിട്ട് ഒന്നുകിൽ തെറ്റാണെന്ന് പറയും, ശരിയാണെന്ന് പറയും, ഇതേ ആവശ്യമുള്ളൂ. പക്ഷേ ഇത്തരം സാംസ്കാരിക നേതാക്കന്മാരെയൊക്കെ മുൻനിർത്തിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ സുനിൽ പി ഇളയിടത്തെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം പ്രതിരോധത്തിലാകുമ്പോൾ പാർട്ടിയാണ് പ്രതിരോധത്തിലാവുന്നത്. ഇതാണ് പ്രശ്നം. പാർട്ടി അവിടെ പ്രതിരോധത്തിലാവുകയാണ്. സുനിൽ പി ഇളയിടത്തിൽ വ്യക്തിയല്ല അവിടെ ഡിഫൻസ് മൂഡിലാവുന്നത്, ഒരു പാർട്ടി മൊത്തമാണ്. അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞത് സുനിൽ പി ഇളയിടമാണ്. ഇങ്ങനെ രീതിയിലേക്ക് വന്നു സംഭവം അത്. അപ്പോൾ ഇത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ആനിമൽ ഫാം എന്ന് പറയുന്ന ജോർജ് ഓർവെലിൻ്റെ ഫേമസ് ആയ നോവലുണ്ടല്ലോ. അതിൽ ഈ ജോൺസ് എന്ന് പറയുന്ന ഉടമസ്ഥൻ്റെ ഈ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൃഗങ്ങളൊക്കെ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയിട്ട് പന്നികൾക്ക്, ആനിമൽ ഫാമിലെ പന്നികൾക്ക് നേതൃത്വം കൊടുത്തു, അവർക്ക് നേതൃത്വം ഏറ്റെടുത്ത് കൊടുത്തു. അതിലെ നേതാവായിരുന്നു നെപ്പോളിയൻ എന്നുള്ള പന്നി. അപ്പം നെപ്പോളിയൻ അവസാനം ഏകാധിപത്യമായിട്ട് മാറിയപ്പോൾ ഈ മറ്റു മൃഗങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ ആസ്വദം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സ്കീലർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ജോൺസ് തിരിച്ചു വരണം ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാര്യം. അതായത് സുനിൽ പി ഇളയിടത്തെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സംഘപരിവാറിനെയാണ് സഹായിക്കുന്നത് എന്ന രീതിയിൽ ഒരു ആഖ്യാനം വന്ന സംഭവം. അപ്പോൾ സംഘപരിവാർ വരേണ്ട ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, പാർട്ടി പ്രതിരോധമാണ്. ഇങ്ങനെ സംഘപരിവാറിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയുടെ എന്നുള്ള പേരിൽ ഇവിടെ തളച്ച് വളർന്നിട്ടുള്ള ഈ പറയുന്ന ബുദ്ധിജീവി സംഘമാണ് കുറേ കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിക്ക് തന്നെ അവസാനം ക്ഷീണമായി എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരുപാട് ചർച്ചകളിൽ ഒരു അഭിപ്രായം ഞാൻ കണ്ടത്, ഇപ്പോൾ സുനിൽ പി ഇളയിടം എന്നുള്ള പ്രഭാഷകൻ്റെ പ്രഭാഷണമാണ് കൂടുതൽ ഇടതുപക്ഷം തിരിച്ചടിയാക്കിയിട്ടുള്ളത്. കാരണം അയാൾ ഏതൊക്കെ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ല, കമൻറ്റ് പറയുന്നതാണ്. ഭരതനാട്യത്തെക്കുറിച്ച് പറയുന്നു, ചിത്രകലയെക്കുറിച്ച് പറയുന്നു, സാഹിത്യത്തെക്കുറിച്ച് പറയുന്നു, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു, മനഃശാസ്ത്രത്തെ, എല്ലാ വിജ്ഞാന ശാഖകളെക്കുറിച്ചുമാണ് ഇദ്ദേഹം പുസ്തകം എഴുതിയിട്ടുള്ളത്. ഒരാൾക്ക് ഇത്രയധികം വിജ്ഞാനങ്ങളിൽ ഒരു വ്യാപരിക്കാൻ എവിടെ നിന്നാണ് സമയം, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ ഒരു പാട്ടുകാരുടെ പേരെനിക്ക് ഓർമ്മയില്ല, ഒരു പാട്ടുകാരി 20 ഭാഷകളിൽ പാടുന്നു എന്നൊരു റെക്കോർഡ് ഉള്ളതാണ്. അതുകൊണ്ട് സംഗീതത്തിന് എന്താണ് നേട്ടം? ഒരു പാട്ടുകാരി 20 ഭാഷയിൽ പാടുന്നുള്ളത് സംഗീതത്തിനോ അവർക്കും പ്രശ്നം. അതുകൊണ്ട് ഈ സുനിൽ പി ഇളയിടം എല്ലാ വിഷയങ്ങളിലും ലേഖനം ചെയ്തതുകൊണ്ട് പാർട്ടിക്ക് എന്താണ് നേട്ടം? ഇതാണൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഇത് തമാശയാണ് എടുക്കുക. പക്ഷേ VC ശ്രീജൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഒരു വിഷയത്തിൽ മാത്രമേ ഒരാൾക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 1-2 വിഷയങ്ങളിൽ. ഇത് 10-16 വിഷയങ്ങളിൽ ആധികാരികമായി സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ അയാളൊരു അമാനുഷികനായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യാജമായിരിക്കണം.
രണ്ടാമതാണ് ശരിയെന്ന് രവിശങ്കർ നായർ തെളിവോട് കൂടിയിട്ട് ഇവിടെ അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ സാംസ്കാരിക ലോകം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ദുരന്തം. അതെനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ വേണോ, സുനിൽ പി ഇളയം ഇടം കാണിക്കുന്ന കള്ളം വേണോ എന്നുള്ളത്, അല്ലെങ്കിൽ വ്യാജം വേണോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ കൂടുതൽ അപകടം സംഘപരിവാറാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുനിൽ പി ഇളയിടം കുറച്ച് കള്ളത്തരം കാണിച്ചോട്ടെ എന്നുള്ളതായിരിക്കും. അതെ അതെ അതെ. ഇതിൽ നമ്മൾ ദീപാ നിശാന്ത് എന്ന് പറയുന്ന എഴുത്തുകാരി തന്നെ എനിക്ക് അഭിപ്രായമില്ല. ഒരു കവിത അങ്ങനെ തന്നെ മോഷ്ടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ എത്ര ആൾക്കാർ അതിനെ പ്രതിരോധിച്ചു, ആ ഒരു അധ്യാപികയെ പ്രതിരോധിച്ചു. അവസാനം തീരെ വയ്യാതെ കൊണ്ടാണല്ലോ വിട്ടത് സംഭവം അത്. അപ്പോൾ മോഷ്ടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് അബദ്ധം പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ സംഘപരിവാറിന് തീർക്കണം എന്ന ഒരു കാഴ്ചപ്പാടിൽ ഇവർ മുന്നോട്ട് പോയി. അതുകൊണ്ട് സംഭവിച്ചതെന്താണ്, നമ്മുടെ ബൗദ്ധിക ലോകം, നമ്മുടെ ബൗദ്ധിക രംഗം അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയി. നമുക്കൊരു ചർച്ച, ഒരു സംവാദമില്ല. ഒരു ഉദാഹരണം കൂടി പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കവി, ഞാൻ ഒരു കവിതാ നിരൂപണം എഴുതുന്ന ഒരാളാണ്. ഒരു 2 വർഷമായിട്ട് പുതിയ കവിതകളെ പഠിച്ചിട്ട് വിശകലനം ചെയ്തുകൊണ്ട് പങ്ക്തി എഴുതുന്ന ഒരാളാണ്. അപ്പോൾ അത് വായിച്ചിട്ടാണ് തോന്നുന്നു ഒരു കവി പുതിയ കവി എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു സമാഹാരം പുറത്തിറക്കുന്നുണ്ട്, അപ്പോൾ ഒരു അവതാരിക വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവതാരിക തരാം, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കവിതാ നിരൂപണ രീതി എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു കവിയോട്. അറിയാം, ഞാൻ വായിക്കാറുണ്ട്, സാറിൻ്റെ വായിക്കാറുണ്ട്, കുറച്ച് രൂക്ഷമാണ്, കാരണം ഞാൻ രൂക്ഷമായ ഭാഷയിലാണ് ഈ കവിതയെക്കുറിച്ച് എഴുതാറുള്ളത്, കാരണം അങ്ങനെയാണ് എൻ്റെ ശൈലി, അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമില്ല സാർ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് അവതാരിക എഴുതി കൊടുത്തു. അപ്പോൾ അവതാരികയിൽ പൊതുവേ ഈ പുതിയ കവിതകളുടെ പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ അദ്ദേഹം വിളിച്ചു. അവതാരിക എഴുതി കൊടുത്തു, ഞാൻ വിട്ടു. അപ്പോൾ അദ്ദേഹം വിളിച്ചതിനോട് പറഞ്ഞു, സാർ ക്ഷമിക്കണം, ആ അവതാരിക കൊടുക്കാൻ പറ്റിയില്ല, DC ബുക്സാണ് പുറത്തിറക്കിയിട്ടുള്ളത്, അവതാരിക കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. എന്താ കാരണം ചോദിച്ചു. പറഞ്ഞു, സാർ ആ അവതാരികയിൽ കുറേ കവികൾ വിമർശിക്കുന്നുണ്ട്, ആ വിമർശിക്കുന്ന കവികളൊക്കെ തന്നെ ഈ DC ബുക്സിൻ്റെ പ്രസിദ്ധീകരണം വഴി പ്രസിദ്ധീകരിച്ച കവിതകളുണ്ട്, അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ വിൽപ്പനക്ക് ബാധിക്കും, അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നൊരു സന്തോഷം, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സാഹിത്യ വിമർശനത്തെ പോലും സഹിഷ്ണുതാപരമായി സമീപിക്കാൻ എടുത്ത പുസ്തക ലോകം തയ്യാറല്ല. വിൽപ്പനയാണ് പ്രധാനം. എല്ലാവരും പുകഴ്ത്തുക, എഴുത്തുകാരെ പുകഴ്ത്തുക. വിമർശനം എന്ന് പറയുന്ന ആ ഒരു ജനുസ് തന്നെ നഷ്ടപ്പെട്ടു. സാഹിത്യ വിമർശകർ ഇന്നില്ല. ഇപ്പോൾ ഈ കാലത്ത് എം കൃഷ്ണൻ നായർ ഉണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന് ഒരു വിമർശനം എഴുതാൻ ആർക്കും അവസരം കൊടുക്കില്ല. അദ്ദേഹം എത്രയോ കാലമായിട്ട് സാഹിത്യ വിമർശനം നടത്തി പോകുന്നത് പങ്ക്തികളിലാണ്, മീൻസ് വരികളിലാണ്. ഇന്ന് അങ്ങനെ ഒരു പങ്ക്തി ഒരു മാധ്യമവും കൊടുക്കുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും സാഹിത്യ വിമർശനം ആവശ്യമില്ല, കാരണം ഈ പറയുന്ന വിൽപ്പനയൊക്കെ പ്രശ്നമാവും. വിൽപ്പനയാണ് പ്രധാനം, സാഹിത്യമല്ല പ്രധാനം, നിലവാരമല്ല പ്രശ്നം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സാഹിത്യ ലോകം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കോപ്പിയടി വിവാദവും നിലവാരത്തിൻ്റെ പ്രശ്നവും ഒക്കെ ഉണ്ടാവാൻ കാരണം സാഹിത്യ വിമർശനം ഇവിടെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പോൾ അഴീക്കോടിൻ്റെ കാലത്ത്, KP-അപ്പൻ്റെ കാലത്ത്, രാധാകൃഷ്ണൻ അദ്ദേഹം എഴുതിയിരുന്ന കാലഘട്ടത്തിൽ ഒക്കെ തന്നെ സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. ഇന്ന് ആരാണുള്ളത്? സാഹിത്യ വിമർശനത്തിൽ കൃത്യമായിട്ട് മുഖം നോക്കാതെ എഴുതുന്ന എത്ര പേരുണ്ട്? ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ ലോകം, മീൻസ് കഥയായാലും കവിതയായാലും ഇത്രമാത്രം നിലവാരം കുറഞ്ഞു പോകാൻ കാരണം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഈ അടുത്ത കാലത്ത് ഒരു നോവൽ, വളരെ പ്രസിദ്ധമായ നോവലാണ് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ സന്തോഷ് കുമാർ നോവൽ. സന്തോഷ് കുമാർ നല്ല കഥാകൃത്താണ്, മികച്ച കഥാകൃത്താണ്, ഒരു സംശയമൊക്കെ കാര്യത്തിലില്ല. പക്ഷെ അദ്ദേഹം ഈ നോവലിൽ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഈ നോവൽ വാസ്തവത്തിൽ അഭയാർത്ഥികളുടെ പ്രശ്നം അവതരിപ്പിക്കുന്നു എന്ന വ്യാജേന ഒരു വ്യക്തിയുടെ കഥ അവതരിപ്പിക്കുന്ന ഒരു നോവലാണത്. പക്ഷേ അദ്ദേഹം അഭയാർത്ഥികളെ മുന്നിൽ വെച്ചു. അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്നത് ഒരു കൗതുകവും ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ ആഗ്രഹവും ഉണ്ടാകും. അത് വെച്ചാണ് വായനക്കാർ വായിച്ചു തുടങ്ങുക. പക്ഷേ അത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കഥയായിട്ട് മാത്രം ഇത് ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ചുരുങ്ങൽ ഒരിക്കലും ആ നോവൽ വായിക്കുമെന്ന് നമുക്ക് തോന്നില്ല. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള നറേഷനാണ് ഇവിടെയുള്ളത്. ആ നറേഷനിൽ ഈ സൈന്ധവ ലിപി തൊട്ട് നമ്മുടെ കോഡ് ഡീകോഡ് ഭാഷയിലാണ് നോവൽ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് ഭാഷ ഉപയോഗിക്കുക, ഡീകോഡ് ചെയ്യുക, അങ്ങനെയുള്ളൊരു പ്രത്യേക ഒരു നറേഷനിൽ വെച്ചിട്ടാണ് നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നറേഷൻ കണ്ടുകൊണ്ട് നമ്മൾ ആ നോവൽ വായിക്കുമ്പോൾ ഇതെന്തോ വലിയ മഹാസംഭവമാണ് തോന്നിപ്പോവും. പക്ഷേ വാസ്തവത്തിൽ ആ നോവലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്
80കളിലൊക്കെ നമ്മൾ പറഞ്ഞു വെച്ച ഈ എന്ന് പറയേണ്ടത് നമ്മൾ രക്തബന്ധമുണ്ടല്ലോ, ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ദുരൂഹത അനാവരണം ചെയ്യുന്ന നോവലാണത്. അതിലുള്ളൂ സംഭവം അത്. പക്ഷേ ഈ നറേഷൻ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വാസ്തവത്തിൽ സത്യാന്തരകാലത്തിലെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണത്. ഒരു വ്യാജമായ കാര്യമായിട്ട് വെച്ചിട്ട് ഒറിജിനലാണ് ധരിപ്പിച്ചിട്ട് വായനക്കാരോട് വായിപ്പിച്ചു. ഇത് ചൂണ്ടിക്കാട്ടാൻ ഒരു നിരൂപകൻ തയ്യാറല്ല. എനിക്ക് ഏറ്റവും തമാശ തോന്നിയിട്ടുള്ളത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച്, ഈ നോവലിനെ കുറിച്ച് ഒരു നിരൂപണം ഞാൻ വായിച്ചു. ഒരു സാഹിത്യ വിമർശകൻ എന്ന് പറയുന്നത്, എനിക്കറിയില്ല വിമർശനമാണെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ വായിച്ചപ്പോഴും എന്താണോ സന്തോഷകുമാർ ഉദ്ദേശിച്ചത് അത് ആ കാര്യം അദ്ദേഹം തന്നെ ഈ പറഞ്ഞ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതിൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഒരു പുതിയ വീക്ഷണമില്ല, ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതി വെക്കലാണ് സാഹിത്യ വിമർശനം എന്ന് നമ്മൾ ധരിച്ചു പോയിരിക്കുന്നു. എഴുത്തുകാരൻ പച്ചയായി പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാൾ വിശദമായിട്ട് പറയുന്നതല്ല വിമർശനം. എഴുത്തുകാരൻ പറയാത്ത കാര്യങ്ങൾ, എഴുത്തുകാരൻ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ, പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഒതുക്കി വെച്ച കാര്യങ്ങൾ, ഇതൊക്കെ കണ്ടെത്തി വായിക്കുമ്പോഴാണ് സാഹിത്യ വിമർശനമാവുന്നത്. അത് നടക്കുന്നില്ല ഇവിടെ, ആരുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ കോപ്പിയുടെ വിവാദവും ഒക്കെ ഉണ്ടാവുന്നത്, സാഹിത്യത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകുന്നത്. പലപ്പോഴും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, വളരെയധികം വായിക്കപ്പെട്ട, ഒരുപാട് പതിപ്പുകൾ വിറ്റഴിഞ്ഞ പല കൃതികളും മോഷണമാണ് എന്നുള്ള ആരോപണങ്ങൾ. പക്ഷേ ഈ മോഷണമാണെന്നുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കുകയും ഇത്രയും പതിപ്പുകൾ വിറ്റഴിഞ്ഞ് ഒരുപാട് പേര് വായിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് ഇതിനെ മറികടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പതിപ്പുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ കബളിപ്പിക്കുന്നതാണ്. മുമ്പൊക്കെ പതിപ്പുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള കോപ്പി അവർ പറയുമായിരുന്നു. ഇത്ര കോപ്പി അടിച്ച് 1-ാം പതിപ്പ്, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പതിപ്പ് ഉണ്ടാവുക എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്ന് സംഭവം അങ്ങനെയല്ല. ഇപ്പോൾ 10 കോപ്പി അടിച്ചാൽ ഒരു പതിപ്പാണ്, അടുത്ത 10 കോപ്പി അടുത്ത പതിപ്പാണ്. അപ്പോൾ നമ്മൾ പതിപ്പിൻ്റെ എണ്ണം നോക്കിയിട്ട് ഇത് വായിച്ചാൽ അങ്ങനെയാണ് പലപ്പോഴും ഇതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കല്ല, എൻ്റെ സുഹൃത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രൻ്റെ ഒരു നോവൽ, ആ നോവല് പുതിയ നോവലാണ്. ആ നോവല് അടുക്കി വെച്ചിരിക്കുന്നു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കി വെച്ചപ്പോഴും അദ്ദേഹം വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോഴും 1-ാമത്തെ കെട്ടിൽ 1-ാമത്തെ പതിപ്പ്, 2-ാമത്തെ കെട്ടിൽ 2-ാമത്തെ, ഇതൊക്കെ ആദ്യമായിട്ട് ഇറങ്ങുന്ന നോവലാണ്. ഫസ്റ്റ് അതിൻ്റെ ലോഞ്ച് നടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഓരോ കെട്ടും 1, 2, 3, 4 പതിപ്പുകളായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ 1-ാമത്തെ ഈ പറഞ്ഞ പബ്ലിഷിംഗ് തന്നെ 4ഉം 5ഉം പതിപ്പ് ഇറക്കി വെച്ചിരിക്കുന്നു. പൊതുവേ എന്താ ചെയ്യുക, നമ്മൾ പൊതുവേ ഒരു പതിപ്പ് ഇറങ്ങിയിട്ട് മുഴുവൻ പുസ്തകം വിറ്റുപോയിട്ടാണ് അടുത്ത പതിപ്പ് ഇറങ്ങുക. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു. ഇങ്ങനൊരു സംഭവിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം ഇറങ്ങുന്ന ആ ദിവസം തന്നെ 5-6 പതിപ്പുകളായിട്ട് കിട്ടുന്നു. നിമിഷ നേരം കൊണ്ട് ആ പേഴ്സ് പിൻവലിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അവിടുന്ന് വിളി വന്നിട്ടുണ്ടാവും, പിൻവലിച്ചു അദ്ദേഹം. കാരണം ഇതാണ് ഈ പതിപ്പിൻ്റെ അവസ്ഥ. പതിപ്പ് നോക്കിയിട്ട് നമ്മൾ പുസ്തകത്തെ വിലയിരുത്തുകയോ പുസ്തകത്തിൻ്റെ വിൽപ്പനയെ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് അബദ്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് പതിപ്പ് ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും, പക്ഷേ ആ പതിപ്പ് നോക്കിയിട്ടില്ല നമ്മൾ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ റാംകോ ആനന്ദി എന്ന് പറയുന്ന നോവൽ, അത് 3 ലക്ഷം പേരോ വായിച്ചു, 3 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു. അതുകൊണ്ട് ആ പുസ്തകം മികച്ചതാണെന്ന അഭിപ്രായം നമുക്കാർക്കും കൊണ്ടോ? ഇല്ല. അല്ല, ആ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയത്തോടോ അത് വായിക്കുന്ന ഈ സമൂഹത്തോടോ ഒന്നും എനിക്ക് പരാതിയില്ല. പക്ഷേ നമ്മുടെ വായനാ രീതിയിൽ, ഗൗരവമായ വായനാ രീതിയിൽ വരേണ്ട പുസ്തകമല്ല എന്നെൻ്റെ അഭിപ്രായമുള്ളത്. പക്ഷേ അത് പുസ്തകമേ അല്ല, അത് അങ്ങനെ വിമർശനമൊന്നും അത് പാടില്ല. പലരും പറഞ്ഞു ഇങ്ങനെ കൽപ്പറ്റ നാരായണനൊക്കെ പറഞ്ഞു അങ്ങനെ പുസ്തകം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും അഭിപ്രായം എനിക്കില്ല. അതും വായിക്കാനുള്ള അവസരം കൊടുത്തല്ലോ, ജനങ്ങളെ കൊണ്ട് വായിപ്പിച്ചല്ലോ പുസ്തകം. അതിന് നമുക്കൊരു മാർക്ക് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും. ആ പുസ്തകം എന്തു ആയിക്കൊള്ളട്ടെ, ഉള്ളടക്കം എന്തു ആയിക്കൊള്ളട്ടെ. എൻ്റെ അഭിരുചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നു. പക്ഷേ അതുകൊണ്ട് ആരും വായിക്കാൻ പാടില്ല, അത് മോശമാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. സംഭവം പ്രത്യയശാസ്ത്രമായ പ്രശ്നമുണ്ട് നമുക്ക് പറയാം, ആശയപരമായ വിയോജിപ്പുണ്ട് നമുക്കറിയാം. അതാണ് സാഹിത്യ വിമർശനം. അല്ലാതെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നു എന്ന് പറയുന്നതിൽ അത് സാഹിത്യ വിമർശനമല്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സത്യാനന്തര കാലത്ത് ഉള്ള ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ അക്കാഡമിക് മേഖലയിൽ സർവകലാശാലകളിൽ സംഘപരിവാർ കാവ്യവൽക്കരിക്കുന്നു സർവകലാശാലകൾ എന്നുള്ള ഒരു നിലവിളികൾ കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അത് കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു? ഇത് സാഹിത്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല, എങ്കിൽ പോലും ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത് ഞാൻ അതിനെ വേറെ രീതിയിൽ നോക്കിക്കാണാം. ഇപ്പോൾ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കൈ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാള അധ്യാപകർക്കിടയിൽ അവർക്കൊരു മേൽക്കൈയുണ്ട്.
അതുകൊണ്ട് മുമ്പ് പക്ഷേ സാഹിത്യത്തെ സാഹിത്യമായിട്ട് കാണുന്ന ഒരു വിഭാഗം അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. അവർ തങ്ങളുടെ ആശയം അവതരിപ്പിക്കാൻ വേണ്ടി, തങ്ങളുടെ ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ ബോധപൂർവമായിട്ട് സിലബസിൽ അവർ മാറ്റം വരുത്താൻ തുടങ്ങി. സിലബസിൽ ആ സിലബസാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ സിലബസിലൊരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ആ പുസ്തകം പഠിക്കണമല്ലോ കുട്ടികൾ. അങ്ങനെയാണല്ലോ ആ പുസ്തകത്തിൻ്റെ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തുക. വളരെ ബോധപൂർവം മലയാള സാഹിത്യത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, സാഹിത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റ് വിഷയങ്ങൾ സാഹിത്യ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി. ഇതൊരു വലിയ വിഷയമാണിത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമായ പ്രശ്നമാണ് വേടൻ്റെ കവിതകൾ, പാട്ടുകൾ പഠിക്കണമെന്നുള്ളത്. അത് സാഹിത്യമായിട്ട് എന്താണ് ബന്ധമുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? പോപ്പ് സംഗീതത്തിൻ്റെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. ഈ പോപ്പ് സംഗീതമാണ് മലയാളം കുട്ടികൾ പഠിക്കുന്നത്. അതിന് വേറൊരു വിഭാഗമില്ല, മ്യൂസിക് വിഭാഗത്തിലുണ്ടാകില്ല. മ്യൂസിക് വിഭാഗം കുട്ടികൾ പഠിച്ചാൽ പോരെ. അപ്പോൾ എന്ത് പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാള വിദ്യാർത്ഥികൾ? ഇതൊരു ചോദ്യമല്ലേ. ഞാൻ പലരോടും ചോദിച്ചിട്ട്, പല പ്രൊഫസർമാരോടും ചോദിച്ചിട്ടുണ്ട്. അവരും കൈമലർത്തുകയാണ്. ലോകത്തുള്ള ഏത് കാര്യങ്ങളും പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാളം കുട്ടികൾ. അവർ പഠിച്ചോട്ട് കുഴപ്പമില്ല, പഠിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ സാഹിത്യവും പഠിക്കണ്ടേ? നമ്മുടെ സിലബസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടവരുടെ പുസ്തകങ്ങൾ, ബന്ധുക്കളുടെ പുസ്തകങ്ങൾ, സുഹൃത്തുക്കളുടെ പുസ്തകങ്ങൾ. ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസിനെ കുറിച്ച് ഡോക്ടർ എസ് ശ്രീകുമാർ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മലയാളം പാഠപുസ്തകങ്ങളൊക്കെ തന്നെ സ്വന്തക്കാരുടെ പുസ്തകങ്ങളാണ്. ഒന്നുകിൽ സുഹൃത്തിൻ്റെ പുസ്തകം, അല്ലെങ്കിൽ അമ്മാവൻ്റെ പുസ്തകം, അല്ലെങ്കിൽ അനിയൻ്റെ പുസ്തകം, ബന്ധുക്കളുടെ പുസ്തകം എന്ന് അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട്. അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിലബസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവർ സാഹിത്യത്തെയും സിലബസിനെയും ഒക്കെ മാറ്റിയിട്ട് അവരുടെ ചിന്തകൾക്ക് അതീതമായിട്ട് കൊണ്ടുപോയി സംഭവം. അത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യണ്ടേ? മറ്റുള്ളവർ വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള പേടിയിലായിരിക്കാം ഈ തീർച്ചയായിട്ടും. ആര് വന്നാലും സാഹിത്യത്തെ സാഹിത്യമായി കാണുകയും ഗൗരവമായ പഠന വിഷയമായിട്ട് മാറുകയും ചെയ്യുന്നൊരവസ്ഥ വരട്ടെ. എത്ര കാലമാണ് ഈ പറയുന്ന ഏകാധിപത്യം ഇവർ മുന്നോട്ട് കൊണ്ടുപോവുക? അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? മലയാളം പഠിക്കാൻ എത്ര കുട്ടികൾ ഇപ്പോഴുണ്ട്? ഒരു വാട്സപ്പിൽ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു കുറിപ്പുണ്ട്. ഒരു വളരെ ഖേദകരമായിട്ടുള്ള കുറിപ്പാണ്. മലയാളം പഠിക്കാൻ ഇപ്പോൾ കുട്ടികളില്ല. യൂണിവേഴ്സിറ്റികളിൽ മലയാളം പഠിക്കാൻ ഇപ്പോൾ കുട്ടികളില്ല. പണ്ടൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുട്ടികളെ സീറ്റ് കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പോൾ എന്തിനായി പഠിക്കുന്നത് കുട്ടികൾ ആലോചിക്കുകയാണ്. ഈ വേടനെ പോലത്തുള്ള ആൾക്കാരുടെ പാട്ട് പഠിക്കാനാണ് നമ്മൾ ഈ 3 വർഷം ചിലവാക്കുന്നത്, ഡിഗ്രി. ഇങ്ങനെ കുട്ടികൾ ചിന്തിക്കുകയാണ്. അപ്പോൾ സിലബസിൽ അവരെ മാറ്റം വരുത്തിയപ്പോൾ കുട്ടികൾ പഠിക്കാനില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്ത് പോയിട്ട് പഠിക്കുന്നത്? കേരളത്തിൽ നിന്ന് പുറത്ത് പോയി പഠിക്കാൻ കാരണം എന്താണ്? കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഒരുപാട് കുട്ടികൾ, ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വിടുന്നുണ്ട്. മലയാളം പഠിക്കാൻ വിടുന്നുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, കുട്ടികൾ നിങ്ങൾ തന്നെ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അവർ പറയാറുണ്ട് ഇങ്ങനെ, സാർ കേരളത്തിൽ എന്തിനാണ് പഠിക്കുന്നത്? അവിടുത്തെ വിദ്യാഭ്യാസം സാറിന് അറിയാമോ? അവർക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ ചെറുപ്പത്തിലെ ഡൽഹിയിലാണെന്ന് എഴുതിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയില്ല, എനിക്കറിയാം, ഞാൻ കുറേ അവിടെ വർക്ക് ചെയ്തതാണ്, എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചതാണെന്ന് പറയാം. അപ്പോൾ പറയും, സാർ അവിടെ നിന്ന് ഒന്നും പഠിപ്പിക്കുന്നില്ല, അവരൊക്കെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ അല്പം ബ്രൈറ്റായിട്ടുള്ള കുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കുന്നത്. അപ്പം നമ്മുടെ അധ്യാപകർ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ പുറത്ത് കൊണ്ടുപോയിട്ടുള്ളത്. അത് വിദ്യാർത്ഥികൾ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർ നല്ല കാര്യം നോക്കിപ്പോവും, തീർച്ചയായിട്ടും അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല. അപ്പം നമ്മുടെ ഈ സിലബസ് നിർമ്മാണം, ഇപ്പം അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗമുണ്ട്. ഈ വർഷം ഒരു കുട്ടി പോലും അവിടെ PGക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ആ വിഭാഗം പൂട്ടിപ്പോവുകയാണ്. കേരളത്തിന് പുറത്ത് ഉള്ള മദ്രാസ് യൂണിവേഴ്സിറ്റിയും അലിഗഡും മാത്രമേ മലയാളം പഠിപ്പിക്കാനുള്ളായുള്ളൂ. മലയാളം അവിടെ നിർത്തിയിരിക്കുന്നതാണ്. ഒരു കുട്ടി പോലും ജോയിൻ ചെയ്തിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ കേരളത്തിൽ പോലും പഠിക്കാൻ ആളില്ല, എന്നിട്ടാണ് പുറത്തു പോയി പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ സിലബസിൽ വരുന്ന മാറ്റം, ഇപ്പം നിങ്ങൾ ഈ സ്കൂൾ സിലബസ് എടുത്ത് നോക്കുക. നമ്മളൊക്കെ പഠിച്ച സിലബസിൽ കുമാരനാശാൻ ഉണ്ടായിരുന്നു, എഴുത്തച്ഛനുണ്ടായിരുന്നു, വള്ളത്തോളുണ്ടായിരുന്നു, ഇവരൊക്കെ മഹാകവികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല ആ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് ഓരോ വിഷയം എടുത്തിട്ട് ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഥകൾ. അപ്പോൾ ആരുടെ കഥ കൊടുക്കുക? നിലവാരം നോക്കേണ്ട ആവശ്യമില്ല. നിലവാരമില്ലാതെ വിഷയത്തെ അടിസ്ഥാനമാക്കി മാത്രം സിലബസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് നമ്മുടെ സാഹിത്യത്തിലും സിലബസിലും സംഭവിച്ചിട്ടുള്ള അപചയത്തിന് ഒരു ഉദാഹരണമാണ്. ഇതാണ് കുട്ടികൾ പഠിക്കുന്നത്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അതിപ്രസരം ഒഴിവാക്കുക എന്നുള്ളതല്ല പറയുന്നത്. സംഘപരിവാറിൽ നിന്ന് ആരും വരാൻ പാടില്ല.
അതേസമയം ഇടതുപക്ഷത്തിൻ്റെയോ മറ്റ് രാഷ്ട്രീയ ഇതിലേക്ക് വന്നാലും കുഴപ്പമില്ല. പക്ഷേ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കണം എന്ന് ആരും പറയുന്നില്ല സർവകലാശാലകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആദർശമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രമായിരിക്കും അതിലേക്ക് കയറ്റുക. പക്ഷേ അതൊഴിവാക്കണമെന്നല്ല പറയുന്നത്. സംഘപരിവാർ മാത്രം വരാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുന്ന് ആരും വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഇതാണ് ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒരു കുത്തകയായി നിലനിർത്തണം എന്നുള്ളതിൻ്റെ ഭാഗമല്ലേ അങ്ങനെയൊരു? ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. ഇത് ഇപ്പം നെഹ്റു ഭരിക്കുമ്പോൾ നെഹ്റുവിന് ശേഷം അതിനുശേഷവും നെഹ്റു ഭരിക്കുമ്പോഴുമൊക്കെ ഒരു ബുദ്ധിജീവി സംഘത്തെ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. നമുക്കറിയാം, അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം. ഇപ്പോൾ JNU പോലുള്ള യൂണിവേഴ്സിറ്റികൾ, അലിഗഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള കുറേ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള കുറേ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് കുറേ പ്രൊഫസർമാർ, അവർ ചരിത്രകാരന്മാരാണ്, സാഹിത്യകാരന്മാരാണ്, ഒക്കെയാണ്. ഇവർക്ക് നിർമ്മിച്ച് വെച്ചൊരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തെയാണ് കേരളത്തിലെ ഈ അക്കാദമിക് ലോകം പിൻപറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറ്റില്ല. സഹിഷ്ണുതയില്ല അവർക്ക്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം സ്വീകരിച്ച് ജനാധിപത്യപരമായ രീതിയിൽ ഉൾക്കൊള്ളാൻ അവർക്ക് ശീലമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് പ്രത്യയശാസ്ത്രം വന്നാലും ആ സിലബസിൻ്റെയും പാഠ്യപദ്ധതിയുടെ നിലവാരം കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ സംയുക്തമായ രാഷ്ട്രീയം ഉൾച്ചേർക്കരുത്. ഇതാണിതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇതാണിതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാലടി സർവകലാശാല, ശ്രീശങ്കര സർവകലാശാല, അവിടെ എനിക്ക് തോന്നുന്നു ശ്രീശങ്കര ദർശനങ്ങൾക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു പ്രശ്നമുള്ളതുണ്ടോ. അതുപോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, അവിടെയും രാമായണവും ശ്രീരാമനും ഒക്കെയാണ് പ്രശ്നം. ബാക്കിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സാറ് അതിൻ്റെ ഒരു അനുഭവസ്ഥനാണല്ലോ. തീർച്ചയായിട്ടും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അവിടെ സംസ്കൃതത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതുമാണ് പല ഘട്ടങ്ങളിൽ. എനിക്കുണ്ടായിട്ടുള്ള അനുഭവം മലയാളം യൂണിവേഴ്സിറ്റിയിലാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേര്. എഴുത്തച്ഛൻ്റെ തുഞ്ചൻപറമ്പിനടുത്താണ് ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ പേരിൽ അവിടെ ചെയറൊക്കെ ഉണ്ട്, പാഠ്യപദ്ധതിയൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അവിടെ എഴുത്തച്ഛൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതൊരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കഴിഞ്ഞ വർഷം അവിടെ ഒരു രാമായണ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ എന്നെ പ്രഭാഷകനായിട്ട് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഞാൻ മാത്രമല്ല, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ജയകുമാർ സാറുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ മലയാളത്തിൽ അറിയപ്പെടുന്ന അക്കാദമിക് പണ്ഡിതനും കവിയുമായിട്ടുള്ള ദേശമംഗലം രാമകൃഷ്ണൻ മാഷും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരാണ് വിഷയ അവതാരകരായിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 പേരും സംസാരിച്ചു. ഞാനാണ് അവസാനം സംസാരിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിച്ചതിന് ശേഷം പിന്നീട് ഞാൻ കാണുന്നത് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ വേദി ഹാളിനകത്ത് പ്ലക്കാർഡുകൾ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവമെന്നും. ഞാൻ സംസാരം തുടർന്നു. സംസാരം കഴിഞ്ഞ് നല്ല സംവാദവും കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവമെന്ന്. പിന്നെയാണ് മനസ്സിലായിട്ടുള്ളത്, എഴുത്തച്ഛനെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ അവിടെ ഇതുവരെ ആരും സംസാരിക്കാൻ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ആദ്യമായിട്ടാണ് ആ യൂണിവേഴ്സിറ്റിയിൽ രാമായണത്തെക്കുറിച്ച്, എഴുത്തച്ഛനെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ ധാരണ. കാരണം അതുകൊണ്ടാണല്ലോ അവർ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവതരിപ്പിച്ച വിഷയം ഇത്രയേ ഉള്ളൂ. ഞാൻ രാമായണത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, എഴുത്തച്ഛനെക്കുറിച്ചും പറഞ്ഞു. എൻ്റെ വിഷയം വേറെയായിരുന്നു. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ നവോത്ഥാന കാലത്തിലെ നമ്മുടെ നേതാക്കന്മാരുടെ, നവോത്ഥാന നായകരുടെ വിഷൻ എന്ന് പറയുന്നത് ഭാരതീയമായിരുന്നു. അത് യൂറോപ്യൻ ആശയമായിരുന്നില്ല എന്ന് ഞാൻ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണം ഉണ്ടായിരുന്നു. കാരണം 2ാം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നവോത്ഥാന പ്രവർത്തനങ്ങളെ കാണേണ്ടതെന്ന് ഞാൻ സ്ഥാപിച്ചത് എൻ്റെ ഉദാഹരണം വെച്ച് സ്ഥാപിച്ചു. അത് നാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ചട്ടമ്പിസ്വാമിയുടെ ദർശനങ്ങൾ, വാഗ്ബടാനന്ദൻ്റെ ദർശനങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ സ്ഥാപിച്ചു. ഇവരൊക്കെ പിൻപറ്റിയിട്ടുള്ളത് ഭാരതീയമായ ദർശനങ്ങളായിരുന്നു. അവരൊരിക്കലും ഈ വെസ്റ്റേൺ യൂറോപ്പിലുള്ള നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ പിൻപറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു 12 മുതൽ 17 വരെ ഉണ്ടായിട്ടുള്ള
ഭാരതത്തിലെങ്ങും അലയടിച്ചിരുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു രണ്ടാം പതിപ്പായിട്ട് ഇതിനെ കാണണം എന്ന് ഞാൻ തെളിവടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു. അതൊരു ഗവേഷണത്തിൻ്റെ ഭാഗമാണ്. ഒരു ആപ്ലിക്കേഷൻ, ഒരു തിയറി എൻ്റെ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. പക്ഷേ ആ ഒരു ആശയത്തോട് അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹിഷ്ണുതയും ഇല്ലാതെയാണ് അവർ പെരുമാറിയിട്ടുള്ളത്. പല കുട്ടികളും ചോദ്യം ചോദിച്ചു, അധ്യാപകർ ചോദ്യം ചോദിച്ചു, അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. നമുക്ക് ആ സംവാദം അക്കാദമിക്കായിട്ട് ഇവിടെ അവസാനിച്ചതാണ്. പക്ഷേ പിന്നെ കാണുന്നത് ഈ മുദ്രാവാക്യം വിളിയും തെറിവിളികളുമൊക്കെ തന്നെയാണ്. അത് വളരെ വിവാദമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എഴുത്തച്ഛൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും എഴുത്തച്ഛനെയോ രാമായണത്തെയോ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന രീതിയിൽ പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമല്ലേ? അതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അധ്യാപകൻ പറയുകയാണ്, ഇനി ഗസ്റ്റുകളെയൊക്കെ വിളിക്കുമ്പോൾ നമ്മളോട് കൂടി ആലോചിക്കണം, അതായത് വിദ്യാർത്ഥികളോട് കൂടി ആലോചിക്കണം എന്ന് മാത്രമേ, എന്നിട്ട് വേണം ഗസ്റ്റുകളെ വിളിക്കാൻ എന്ന് ദേശമംഗലം മാഷയെ പോലുള്ള വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള അധ്യാപകൻ എനിക്കൊന്ന് വേദിയിൽ പറഞ്ഞു. ഞാൻ പോകട്ടെ, കുഴപ്പമില്ല, ഞാൻ ജൂനിയറാണല്ലോ. പക്ഷേ ഇദ്ദേഹം ഇരിക്കുന്ന വേദിയിലാണ് പറഞ്ഞിട്ടുള്ളത്, ഇനി ഗസ്റ്റിനെ വിളിക്കുമ്പോൾ നമ്മളോട് വിദ്യാർത്ഥികളോട് കൂടി ആലോചിക്കണമെന്നൊരു അധ്യാപകൻ പറയേണ്ട ഘട്ടത്തിലേക്ക് വന്നു അവിടെ, അത് VC ഇരിക്കുന്ന വേദിയിൽ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവിടുത്തെ അധ്യാപകർ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്തുകൊണ്ടാണ് കുട്ടികളെ കുറഞ്ഞു വിടുന്നത്, പഠിക്കാൻ ആളില്ലാത്തത്, എന്തുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു? ഞാൻ വിടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളൊന്നായിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി എന്നാണ്. അതിൻ്റെ ആദരവ് വേണ്ട, പക്ഷേ ഒരു ഗസ്റ്റാണല്ലോ നമ്മൾക്ക്. ആ ഗസ്റ്റിനെ മുൻനിർത്തി അവിടെ ഇരുത്തിയിട്ട് ഇനി ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ഞങ്ങളോട് ആലോചിക്കുന്നത് നമ്മളൊക്കെ മോശക്കാരാണെന്നല്ലേ അർത്ഥം വരിക. ഞാൻ പോട്ടെ, ദേശമംഗലം മാഷയെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഔചിത്യമില്ലായ്മ പോലും അവിടുത്തെ പ്രൊഫസർമാർ കാണിച്ചു എന്നുള്ളത് ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ അനുഭവം മാത്രം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു വിടുന്നത്, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ. എതിർശബ്ദങ്ങൾ അതത്ര സമർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞാലും, എതിർശബ്ദം മീൻസ് അക്കാദമിക്കായിട്ട് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. അതേസമയം ഒന്നുമില്ലാത്ത നിങ്ങൾ വഷളത്തരം, വെഡിത്തം നിങ്ങൾ പറഞ്ഞു നോക്കൂ, അവരുടെ ആശയത്തിൽ അവരംഗീകരിക്കും, കൈയടിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർശബ്ദം എത്ര സമർത്ഥമായിട്ട് എത്ര അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞാലും നിങ്ങൾക്ക് അവിടെ അംഗീകരിക്കപ്പെടില്ല. ഇത് പലപ്പോഴും നമ്മുടെ അക്കാദമിക് സംവാദങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ അക്കാദമിക് അന്തരീക്ഷത്തെ മലീമസമാക്കിയിട്ടുണ്ട്. ഇത് പൊതുസമൂഹം അറിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും അറിയണം. പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്.